നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോക്കാം, കായലുകളെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെ എന്ത് പറയും? തടാകങ്ങൾ എന്ന് പറയും. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ തടാകങ്ങളും, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ കായലുകൾ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27 ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7. അടുത്തത് നമുക്ക് വേമ്പനാട് കായൽ നോക്കാം. വേമ്പനാട്ട് കായൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇതിന്റെ ഭാഗമായ പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗം തന്നെയാണ്. പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായൽ തന്നെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാട് ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തണ്ണീർത്തടമാണിത്. അപ്പൊ വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. 96.5 കിലോമീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. നീളം എന്ന് പറയുന്നത് 96.5 കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ നീളം. വിസ്തീർണം ചോദിച്ചാല് 2033 ചതുരശ്ര കിലോമീറ്റർ ആണ്. വിസ്തീർണം 2033 ചതുരശ്ര കിലോമീറ്ററോളം വരും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം എന്നിവയൊക്കെയാണ് വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ. ഏതൊക്കെയാണ്? വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം എന്നിവയാണ് ദ്വീപുകൾ. വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ടാണ് ആദിത്യ. വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യയാണ്. വൈക്കം ടു തവണക്കടവാണ് സർവീസ് നടത്തുന്നത്. വൈക്കം ടു തവണക്കടവ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവ. അപ്പം മീനച്ചിലാറൊക്കെ എവിടെയാണ് പതിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. മൂവാറ്റുപുഴയാർ എവിടെയാണ് പതിക്കുന്നത് ചോദിക്കാം. പമ്പ എവിടെയാണ് പതിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാർ എന്നിവയൊക്കെ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലൂടെയാണ്. പുന്നമടക്കായൽ, കൊച്ചിക്കായൽ എന്ന് പേരുകളിൽ അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ആലപ്പുഴയില് പുന്നമടക്കായൽ, കുട്ടനാട് ഭാഗത്തൊക്കെ പുന്നമടക്കായൽ എന്നാണ് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. കൊച്ചിക്കായൽ എന്നും അറിയപ്പെടുന്നുണ്ട്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നു. അപ്പൊ കൊച്ചിയില് വേമ്പനാട്ട് കായൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വീരൻപുഴ എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ്. വേമ്പനാട് കായൽ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ടാണ്. അത്രയാണ് വേമ്പനാട് കായലിനെ പറ്റിയുള്ളത്. അടുത്ത നമുക്ക് അഷ്ടമുടി കായൽ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. ഏറ്റവും വലുത് വേമ്പനാട്ട് കായൽ, രണ്ടാമത്തെ വലിപ്പമുള്ളതാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്.
ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായലാണ്. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായലാണ്. ആശ്രാമം കായൽ അഷ്ടമുടിക്കായലാണ്. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായലാണ്. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. അഷ്ടമുടിക്കായലിലെ 8 ചെറിയ തുരുത്തുകൾ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് എന്നാണ്. അഷ്ടമുടിക്കായലിലെ 8 ചെറിയ തുരുത്തുകളാണ് മൺട്രോ തുരുത്ത്. കല്ലടയാർ പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായലാണ്. കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. കല്ലടയാർ പതിക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായലാണ്. പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. 1988 ജൂലൈ 8-നാണ് നടന്നത്. 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായലാണ്. കാസർഗോഡാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകളാണ് ഇടവ, നടയറ കായലുകൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകൾ ഇടവ, നടയറ കായലുകളാണ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം കായലാണ്. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായൽ ആക്കുളം കായലാണ്. കേരളത്തിലെ പ്രകൃതിയാൽ ഉള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം, തൃശ്ശൂര്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തലയാണ്, തൃശ്ശൂരാണ്. ഓക്സ്ബോ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ വളഞ്ഞു കാണപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന കായലുകൾ ഇനി ഏതൊക്കെയാണ്? ഓരോ ജില്ലകളിൽ ഏതൊക്കെ കായലുകളാണ് ഉള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലുള്ള കായലുകളാണ് വെള്ളായനിക്കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് കായൽ എന്നിവ. തിരുവനന്തപുരം ജില്ലയിലുള്ള കായലുകൾ ഏതൊക്കെയാണ്? വെള്ളായനിക്കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് കായൽ എന്നിവ. കൊല്ലത്തുള്ള കായലുകൾ ഏതൊക്കെയാണ്? ശാസ്താംകോട്ട, അഷ്ടമുടിക്കായല്, പറവൂർ കായൽ, വട്ടക്കായൽ എന്നിവ. അപ്പൊ ഏതൊക്കെയാണ് കൊല്ലം ജില്ലയിലുള്ള കായലുകൾ? ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, പരവൂർക്കായൽ, വട്ടക്കായൽ എന്നിവ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കോട്ടയത്ത് ഏതൊക്കെയാണ് ഉള്ളത്? കോട്ടയത്ത് വേമ്പനാട് കായലുണ്ട്, കായംകുളം കായൽ, ആലപ്പുഴ കായൽ എന്നിവയാണ് ഉള്ളത് കോട്ടയത്ത്. ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളാണുള്ളത്. കോട്ടയത്ത് കായംകുളത്തിന്റെ ആലപ്പുഴ കായല്, വേമ്പനാട് കായലാണ് പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എറണാകുളത്ത് ഏതാണ്? വേമ്പനാട് കായലും പരവൂർ കായലുമാണ് ഉള്ളത്. എറണാകുളം ജില്ലയിൽ വേമ്പനാട് കായലും പരവൂർ കായലുമാണ് ഉള്ളത്. തൃശ്ശൂരുള്ളത് ഏതൊക്കെയാണ്? ഏനമാക്കൽ, മൂരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ എന്നിവ. തൃശ്ശൂരുള്ളത് ഏനമാക്കൽ, മൂരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ എന്നിവയാണ് തൃശ്ശൂരുള്ളത്. മലപ്പുറത്തുള്ളത് ഏതാണ്? BM കായലാണ്. മലപ്പുറത്തുള്ളത് BM കായലാണ്. കോഴിക്കോടുള്ളത് മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നു. കോഴിക്കോടുള്ളത് മാനാഞ്ചിറ തടാകം. വയനാടുള്ളത് പൂക്കോട് തടാകമാണ്. വയനാടുള്ളത് പൂക്കോട് തടാകമാണ്. കണ്ണൂരുള്ളത് കവ്വായി കായലാണ്. കണ്ണൂര് കവ്വായി കായൽ. കാസർഗോഡുള്ളത് ഉപ്പളക്കായലാണ്. കാസർഗോഡുള്ളത് ഉപ്പളക്കായൽ. അടുത്തത് ശുദ്ധജല തടാകങ്ങൾ നോക്കാം. നമുക്കറിയാം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ് അല്ലെ? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയാണ്. തിരുവനന്തപുരത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായനിക്കായല്. തിരുവനന്തപുരത്ത് വെള്ളായനിക്കായല്. വയനാട് പൂക്കോട് തടാകം. വയനാട് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം. തൃശ്ശൂരുള്ളത് ഏനമാക്കലാണ്. തൃശ്ശൂരുള്ളത് ഏനമാക്കൽ. അതുപോലെ തന്നെ മനക്കൊടിയുണ്ട്. തൃശ്ശൂര്, ഏനമാക്കൽ, മനക്കൊടി എന്നിവയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. ഒന്നുകൂടി നോക്കാം ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന്. കൊല്ലം ശാസ്താംകോട്ടക്കായല്, തിരുവനന്തപുരം വെള്ളായനിക്കായല്, പൂക്കോട് തടാകം വയനാട്, ഏനമാക്കൽ, മനക്കുടി തൃശ്ശൂര്. ഏനമാക്കൽ, മനക്കുടി തൃശ്ശൂര്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ.
കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണിക്കായല് നമുക്കറിയാം, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി. കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടി വയനാട്ടിലാണ്. ചെമ്പ്ര കൊടുമുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, വയനാടാണ് മേപ്പാടി തടാകം. എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ടയാണ്. എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ടയാണ്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ളതൊക്കെ പ്രത്യേകം പഠിച്ചു വെക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്, വയനാട്. പൂക്കോടൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ്, വയനാടാണ്. ഏറ്റവും ഉയരത്തിലുള്ള തടാകം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം. കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകമാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകമാണ്. അപ്പൊ കബനി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം പറയാം. പനമരം നദിയാണ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്, പക്ഷെ അത് കബനി നദിയുടെ പോഷക നദി ആയതുകൊണ്ട് കബനി നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാലും പൂക്കോട് തടാകം തന്നെയാണ്. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി. കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് അഴി എന്നാണ്. ഉദാഹരണത്തിന് നീണ്ടകര അഴിയുണ്ട്, അന്ധകാരൻ അഴിയുണ്ട്. നീണ്ടകര അഴി കൊല്ലം ജില്ലയിലും അന്ധകാരൻ അഴി എവിടെയാണ്? ആലപ്പുഴയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴി എന്നാണ് അറിയപ്പെടുന്നത്. നീണ്ടകര അഴി കൊല്ലത്തുണ്ട്, അന്ധകാരൻ അഴി ആലപ്പുഴയിലുണ്ട്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി എന്നറിയപ്പെടുന്നത്. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴിയാണ്. അവിടെ കാണപ്പെടുന്ന മണൽത്തിട്ടയാണ് പൊഴി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് കാപ്പിൽ പൊഴി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു, പൂവാർ പൊഴി തിരുവനന്തപുരം. അപ്പൊ കാപ്പിൽ പൊഴി, പൂവാർ പൊഴി എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് പാതിരാമണൽ എന്ന് പറയുന്നത്. പാതിരാമണൽ ദ്വീപ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അനന്തപത്മനാഭൻ തോപ്പ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പേര് അനന്തപത്മനാഭൻ തോപ്പ് എന്നാണ്. മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണുവാൻ കഴിയുന്ന ദ്വീപാണ് ധർമ്മടം തുരുത്ത്. മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണുവാൻ കഴിയുന്ന ദ്വീപ് ധർമ്മടം തുരുത്താണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പൊന്നാനി കനാലാണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പൊന്നാനി കനാലാണ്. കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് ചോദിച്ചാൽ പാർവതി പുത്തനാറാണ്. കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് പാർവതി പുത്തനാറാണ് ചോദിച്ചിട്ടുണ്ട്. ഇടവ നടയറ കായലിനെ അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പരവൂർ ആണ്. ഇടവ നടയറ കായലിനെ അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പരവൂർ കനാലാണ്. അപ്പൊ അത്രയാണ് കായലിനെ പറ്റിയുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.